മോഹൻലാൽസ് ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡ് ഓഫ് ഹെൽത്തി കിച്ചൺ. എന്തായാലും നാളെ നവംബർ 14 അതായത് വേൾഡ് ഡയബറ്റീസ് ഡേ ആണ്. ഈ ഡയബറ്റീസിനെ കുറിച്ചും ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചൊക്കെ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ആവട്ടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. ഹായ്. ഇപ്പോൾ ഡയബറ്റീസ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, ഹൈപ്പർ ടെൻഷൻ, റീനൽ പ്രോബ്ലംസ്, ഇതിനെ കൊണ്ടുള്ള ഡെത്ത്സ് വളരെയധികം ഹൈ ആയിട്ടുണ്ട്. ഈ ഒരു സിനാരിയോ പോവുകയാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു 2030 ഒക്കെ ആകുമ്പോഴേക്കും നിയർലി 350 മില്യൺ പീപ്പിൾ വിൽ ബി സഫറിങ് ഫ്രം ഡയബറ്റീസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ കാരണം എന്ന് നമ്മൾ മനസ്സിൽ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് ആണ്. പണ്ടത്തെ ആൾക്കാരും ഇപ്പോഴും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സ്, അൺഹെൽത്തി ഡയറ്റ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഇതൊക്കെയാണ് ഡയബറ്റീസിൻ്റെ മെയിൻ കാരണം. അപ്പോൾ നമ്മൾ ആസ് പേരൻസ് അല്ലെങ്കിൽ ആസ് മദേഴ്സ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ഹെൽത്തി ഫുഡ് ഫോർ ദ ചിൽഡ്രൻ, മേക്ക് ദം ഹെൽത്തി ആൻഡ് ഹാവ് എ ഹെൽത്തി ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കുക്കിങ്ങിലേക്ക് കിടക്കണ്ടേ? നമുക്കൊന്ന് പോയി ഫ്രഷൻ അപ്പ് ചെയ്തിട്ട് നമുക്കിന്ന് ഉണ്ടാക്കാം ഗ്രിൽ ചിക്കൻ അല്ലേ? ഗ്രിൽ ചിക്കൻ സാലഡാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇനി കൂടുതൽ നമുക്ക് ഡയബറ്റീസിനെ കുറിച്ച് സംസാരിക്കാം. ഡോക്ടറിൻ്റെ ഇനിയും ടിപ്സ് നമുക്ക് വാങ്ങിക്കാം. അപ്പം നമുക്ക് പോയാലോ? ബൈ. ഇന്നത്തെ കാലത്ത് പ്രമേഹം എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. അത് 10ൽ 8 പേർക്കുണ്ടെന്നാണ് റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതികളുടെ മാറ്റങ്ങൾ തന്നെയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഇനി കുറയ്ക്കാം. ഇതിൻ്റെ എണ്ണങ്ങൾ നമ്മൾ കുറയ്ക്കണമെങ്കിൽ നമ്മളുടെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തണം. അതിന് തീർച്ചയായും നമ്മുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഡയറ്റീഷ്യൻ ഇവിടെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹെൽത്തി ഡിഷുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു ദ ഹെൽത്തി കിച്ചൺ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതെന്താ കിച്ചണൊന്നും അല്ലല്ലോ എന്ന്. ഞങ്ങളും അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഡിഷിൻ്റെ ഒരു പ്രത്യേകത, അധികം നമുക്ക് അടുപ്പിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ്. ഹലോ ഡോക്ടർ. ഹായ്. ഓക്കെ, അപ്പം ഞാൻ പറയുമായിരുന്നു നാളെ വേൾഡ് ഡയബറ്റീസ് ഡേ ആണ് എന്നൊക്കെ. അപ്പം ഡോക്ടർ ഇസ് ശ്രീധേഴ്സ് ഡയ കെയർ ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യനാണ്. അപ്പം അവിടെ ഡയബറ്റീസ് ആൾക്കാർ കൂടുതൽ വരുന്നവരും അപ്പോൾ ഡോക്ടറാണ് അവർക്ക് ഡയറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇൻക്രീസിങ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവിങ് ഡയബറ്റീസ്? ഈ ഡയബറ്റീസ് ഇപ്പോൾ വളരെയധികം കൂടി വരികയാണ്. ഡയബറ്റീസ് ക്യാൻ ബി എൻ ഇൻഹെറിറ്റഡ് പ്രോബ്ലം ഓൾസോ. ഇപ്പോൾ പേരൻസിന് ഡയബറ്റിക് ആണെങ്കിൽ ഇപ്പോൾ പിള്ളേർ ചെറുപ്പം തൊട്ടേ യു ഹാവ് ടു ബി കെയർഫുൾ. കുറച്ച് കൂടുതൽ എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഡയറ്റ് ആദ്യം തൊട്ടേ കുറച്ച് കെയർഫുൾ ആവുക. വെയിറ്റ് വല്ലാണ്ട് കൂടാണ്ട് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 40 വയസ്സിൽ വരേണ്ട ഡയബറ്റീസ് ഒരു 10 കൊല്ലം കൂടി, ഇത് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 10 കൊല്ലം കൂടി അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യാം. 10-15 കൊല്ലം അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യാം. കെയർഫുൾ അല്ലെങ്കിൽ 40 വരേണ്ടത് 20 കൊല്ലം മുമ്പേ വരും. അതായത് 20 ഇയേഴ്സ് 25 ഇയേഴ്സിൽ തന്നെ. ഡോക്ടർ പറഞ്ഞല്ലോ കെയർഫുൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ എക്സസൈസ്, അതാണ് ഡയറ്റ്, എക്സസൈസ് ആൻഡ് ഓഫ് കോഴ്സ് പ്രോപ്പർ ലിവിങ് ലൈഫ് സ്റ്റൈൽ. പ്രോപ്പർ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഒരു റുട്ടീൻ ലൈഫ്, അതായത് നമ്മൾ കുറച്ച് നേരം എക്സസൈസിന് ചിലവാക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, കൂടുതലും ജങ്ക് ഫുഡ്സ് കഴിക്കാണ്ടിരിക്കുക. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഈ കുഞ്ഞു പിള്ളേർ ഇപ്പം ഫ്രൈഡ് ചിക്കൻ ഭയങ്കര ക്രേസ് ആണ്. മിക്ക പേരൻസും വർക്കിംഗ് ആയിരിക്കും. അപ്പം അവർക്ക് ഏറ്റവും എളുപ്പം എന്താ, നമ്മൾ വരുന്ന വഴി എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും. പക്ഷെ പുറത്ത് കുക്ക് ചെയ്യുമ്പം അവർ എത്ര ഓയിൽ ആഡ് ചെയ്യും, എന്തൊക്കെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ്, കളറിങ് ഏജൻസ് ആഡ് ചെയ്യും, ഇതൊക്കെ ചൈൽഡിന്റെ മെന്റൽ ഡെവലപ്മെന്റിനെയും ബിഹേവിയറൽ പാറ്റേണിനെയും ഒക്കെ എഫക്ട് ചെയ്യും. ഇങ്ങനത്തെ ഫുഡ് അഡിക്റ്റീവ് ആണ്. കഴിച്ചു തുടങ്ങിയ ഭയങ്കര മധുരമായതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനേലും ബെറ്റർ ആയതുകൊണ്ടാണ്. മാത്രമല്ല സാർ, ഈ ഫ്രൈഡ് ഫുഡ്സിലൊക്കെ അവർ കൂടുതലും ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, നമ്മുടെ അജിനോമോട്ടോ അത് ആഡ് ചെയ്യും, കളേഴ്സ് ആഡ് ചെയ്യും, റെഡ് കളറിന് കളേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആഡഡ് പ്രിസർവേറ്റീവ്സ് കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പിള്ളേർക്ക് കഴിയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ, ഇപ്പോൾ നമുക്ക് കുറച്ച് ഫാൻസി ആയിട്ടുള്ള സാധനങ്ങൾ
ഡെക്കറേഷനിൽ തന്നെ ഫാൻസി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ അങ്ങനെ അത്ര ക്രേവിങ് ഉണ്ടെങ്കിൽ ഒരു 2 മാസത്തിലൊരിക്കലായിട്ട് ഇടയ്ക്കൊന്ന് കൊണ്ടുപോവാ. ബട്ട് ദാറ്റ് ടു ചെറുപ്പം തൊട്ടേ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും ഇതാണ് ഹെൽത്തി ഡയറ്റ്. ഒരു അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ലൈഫ് അറ്റ്ലീസ്റ്റ് ദേ വിൽ റിയലൈസ് I should stop eating junk food. അതെ, ഒരു പറഞ്ഞുകൊണ്ടേയിരിക്കും. കുഞ്ഞാവുമ്പോ അവർക്ക് നാച്ചുറലി ആ ഒരു ചിപ്സ് ലേസ് അതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി ആസ് ഫാർ ആസ് പോസിബിൾ പിള്ളേരെ അന്ന് ഡിസ്കറേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി കൊടുക്കുക. അതിന് പകരം അവർക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിൽ ഇന്നതൊക്കെയാണ് പ്രോബ്ലം, മോനെ ഇത് കഴിക്കരുത് അല്ലെങ്കിൽ മോളെ ഇത് കഴിക്കരുത്. അപ്പോൾ അറ്റ് എ സർട്ടൻ സ്റ്റേജ് ദേ വിൽ റിയലൈസ് ഇത് okay, so that is not good for me. And also encourage to participate in sports, dance ആവട്ടെ, എന്തെങ്കിലും എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കളിക്കുക, എന്നിട്ട് മതി പഠിത്തം. ആദ്യം കളി പിന്നെ പഠിത്തം വേണ്ടാന്ന് വെക്കരുത്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഡിഷ് വേണ്ടാന്ന് വെക്കരുത്. അതുപോലെ തന്നെ സോ വിൽ ഗോ ടു ദ ഡിഷ്. ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ ഗ്രിൽ ചിക്കൻ സാലഡാ ചെയ്യാൻ പോകണം. ഗ്രിൽ ചിക്കൻ സാലഡ് മാരിനേഷൻ ആക്ച്വലി 2 സ്റ്റേജിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് മാരിനേറ്റ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ലൈം ജ്യൂസ് ആൻഡ് സം സോൾട്ട്. ഇത് മൂന്നും കൂടി ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യണം ചിക്കനിൽ. ദാറ്റ്സ് എ ഫസ്റ്റ് മാരിനേറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യണതിന് മുമ്പ് ചിക്കൻ നമ്മൾ എടുത്തിട്ട് അതിൽ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ വരച്ച് ഡീപ്പായിട്ട് കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് ഡീപ്പായിട്ട്, കാരണം എന്നാലേ ചിക്കനിൽ ശരിക്കും മസാല പിടിക്കും. ഫസ്റ്റ് സ്റ്റേജ് മാരിനേഷനിൽ ആദ്യം മുളക് പൊടി, ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി അപ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല. അതെ, ഒന്നും കൊണ്ടുവന്നില്ല. കുറച്ച് ഉപ്പിടുവാണ്. ഇനി ഇത് ലൈം ജ്യൂസ്. ഓക്കെ, ലൈം. ഇപ്പം നമ്മളിപ്പോൾ ചിക്കൻ നന്നായിട്ട് ബ്രസ്റ്റ് പീസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നന്നായിട്ടൊന്ന് കീറി നല്ല ഡീപ്പായിട്ട് ഒന്ന് വെട്ടി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇനി മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാലയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി യൂസ് ചെയ്തു. പിന്നെ ഉപ്പ് ശകലം, പിന്നെ നാരങ്ങ ഒന്ന്. ഇത് ഫസ്റ്റ് മാരിനേഡ് ആണ്. ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ട് ഇനി സെക്കൻഡ് മാരിനേഡ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ ഡോക്ടർ, ഈ ഡയബറ്റീസ് വരുമ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്. ട്രീറ്റ് ചെയ്ത് ഫുള്ളി നമുക്കിത് മാറ്റാൻ പറ്റും? ഈ അസുഖം ക്യൂർ ചെയ്യാൻ പറ്റും? ഡയബറ്റീസ് അങ്ങനെ ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഡയബറ്റീസ് ഈസ് എൻ ഇൻഹെറിറ്റഡ് മെറ്റബോളിക് ഡിസോർഡർ. അപ്പം അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്താ വെച്ചാൽ ഡയബറ്റീസ് എപ്പോഴും കൺട്രോളിൽ നിർത്തുക. കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 126 വരെ വരാം. ഓക്കെ. ആൻഡ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതായത് 2 hours ആഫ്റ്റർ ഫുഡ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ഒരു 140 വരെ വരാം. ഇതല്ലാതെ ഇപ്പം പേഷ്യൻറ്റിന് ഇപ്പം 200 മേലെ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ വല്ലാണ്ട് കുറയുക, ദാറ്റ് ഈസ് ഹൈപ്പോഗ്ലൈസീമിയ. അതായത് 60 ബിലോ പോവുക, ദാറ്റ് ഈസ് ഹൈപ്പോഗ്ലൈസീമിയ. മറ്റേ 200 എബവ് പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ. ഈ രണ്ട് കണ്ടീഷൻസ് വരുമ്പോഴാണ് മെയിനായിട്ടും ബ്ലഡ് വെസൽസിനെയാണ് ഡയബറ്റീസ് എഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ ബ്ലഡ് വെസൽസിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ബ്ലഡ് വെസൽ വാള് നോർമലായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി റൗണ്ട് ഹെൽത്തി എലാസ്റ്റിക് ആയിരിക്കും ബ്ലഡ് വെസൽ വാൾ. പക്ഷേ ഈ അൺകൺട്രോൾഡ് ഡയബറ്റീസ് വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽ വാൾ തിക്കനിങ് വരും, നാരോയിങ് ഓഫ് ദ ബ്ലഡ് വെസൽ വാൾസ്. അങ്ങനെയാണ് നമ്മൾ പറയില്ലേ ഡയബറ്റീസ് കാരണം കണ്ണ് പ്രോബ്ലമായി, ഹാർട്ട് പ്രോബ്ലം. അപ്പം ഏത് ഓർഗനെ വേണമെങ്കിലും ഡയബറ്റീസ് എഫക്റ്റ് ചെയ്യാം. അപ്പം ഇതൊന്നും വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആരും പേടിക്കണ്ട. ഇത് കേട്ടിട്ട് കുറേ പേര് ഇങ്ങനെ പേടിച്ചിരിക്കുന്നു. ഡോണ്ട് വറി, നമുക്ക് എല്ലാം അണ്ടർ കൺട്രോൾ ആണ്. അതിനാണ് ഇവിടെ ഇതൊന്നും വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് ഷുഗർ ലെവൽ ഷുഡ് ബി അണ്ടർ കൺട്രോൾ. അതെ, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ വരണം എന്നുണ്ടെങ്കിൽ 3 സംഗതികളാണ്. നിങ്ങൾ അണ്ടർ കൺട്രോൾ ആയിരിക്കണം. അല്ല, ഡയറ്റ്, എക്സസൈസ് ആൻഡ് മെഡിക്കേഷൻ. പ്രോപ്പർ മെഡിക്കേഷൻ നമ്മളും കൂടി വിചാരിക്കണം. അല്ലെ, നമ്മൾ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തത് നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്ത് നല്ല വെട്ടി ഫസ്റ്റ് മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ, ഇത്രയും സാധനം വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം അടുത്ത മാരിനേഷൻ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സെക്കൻഡ് മാരിനേറ്റിൽ
ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് തൈര്. ഓക്കെ. 2 സ്പൂൺ 2-3 സ്പൂൺ തൈര്. ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ അല്ലേ? ഒന്നോ ഇനിയിപ്പോൾ അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇടാം. ഓക്കെ. ഓപ്ഷണൽ. ഇപ്പം 3 സ്പൂൺസ് ഓഫ് കേർഡ്, തൈര് 3 സ്പൂൺ, പിന്നെ ചില്ലി പൗഡർ 1-1.5 സ്പൂൺ. അപ്പം നമ്മൾ നേരത്തെയും ചില്ലി പൗഡർ ഇട്ടല്ലേ? കശ്മീരി ചില്ലി ആയതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാവില്ല. ഓക്കെ. സോൾട്ടും ഇച്ചിരി കൂടി ഇടാം. നമ്മൾ അധികം ഇട്ടിട്ടില്ല അതിൽ ഫ്ലഷിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു വരുമ്പം അല്ലെങ്കിൽ തീരെ സോൾട്ട് ഉണ്ടാവില്ല. ഉപ്പ് പിന്നെയും ഇച്ചിരി ഇട്ടു. ആൻഡ് നെക്സ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഓഫ് ജിഞ്ചർ ആൻഡ് 1 ടീസ്പൂൺ ഓഫ് ഗാർലിക് പേസ്റ്റ്. സമ അളവിലാണ്. സമ അളവിൽ എടുത്തിട്ടുള്ളതിൻ്റെ. ഓക്കെ. ഇപ്പം ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇടുവാണ്. ഇനി ഇതാണ് അയമോദകം. ഈ അയമോദകം ഒന്ന് ക്രഷ് ചെയ്യുക കയ്യിലിട്ടിട്ട്. ഞാൻ ചെയ്യണ്ടല്ലോ, അത്രയും വേണ്ട, ഇത്ര മതി, ഇച്ചിരി മതി. ജസ്റ്റ് ഹാഫ് ടീസ്പൂൺ അല്ലേ? ക്രഷ് ചെയ്തിട്ട് അതിലോട്ട് ഇടുക. കയ്യിൽ ഇങ്ങനെ വെച്ച് ക്രഷ് ചെയ്താൽ ഇത് ഡൈജഷനൊക്കെ നല്ലതാണ്. ഡൈജഷൻ വളരെ നല്ല. ഓക്കെ. നമ്മൾ ഈ മാരിനേഡ് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ഇറ്റ് അപ്പ്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, തൈര്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അയമോദകം. ഉപ്പ് വേണ്ടല്ലോ? ഉപ്പ് വേണ്ട. ഓക്കെ. ഉപ്പ് നമ്മൾ വേണമെങ്കിൽ കുറച്ച് ഇട്ടു. ആൻഡ് ഇച്ചിരി കൂടി ലൈം ജ്യൂസ് വേണം. ലൈം നമ്മൾ ഹാഫ് ലൈമേ ഇട്ടുള്ളൂ. ഒരു ഹാഫും കൂടി, ബാക്കി ഹാഫ് ഇപ്പോൾ ഇവിടെ ഇടുവാണ്. ആദ്യം മാരിനേറ്റ് ചെയ്യുന്നതിൽ ഹാഫാണ് ഇട്ടത്, ഇപ്പം ബാക്കി ഹാഫ് ഇതിലിടുവാണ്. മാരിനേറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ചിക്കനെ നമ്മൾ ഈ മാരിനേറ്റിൽ നല്ലോണം സോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ ചിക്കൻ ഈ മാരിനേഷനിൽ നമ്മൾ എല്ലാ ചിക്കനും എടുത്ത് അതിൻ്റെ അകത്ത് ഇടുവാണ്. എന്നിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കുതിർത്ത് വെക്കുകയാണ്. ഇതിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്യണം. നമ്മൾ ഗ്രിൽ ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ തീരെ ഓയിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ. നമ്മളിതിൽ വെജിറ്റബിൾ ഓയിൽ, ഏത് വെജിറ്റബിൾ ഓയിലും സൺഫ്ലവർ ഓയിലായാലും മതി, 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഓക്കെ. സോ ദാറ്റ് ഒന്ന് ഗ്രിൽ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ. 1 ടേബിൾ സ്പൂൺ ഇസ് ഇനഫ്. ഇത് ഗ്രില്ലാവാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഗ്രിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓയിൽ സാച്ചുറേറ്റഡ് ആയാലും അൺസാച്ചുറേറ്റഡ് ആയാലും ഒരു ലിമിറ്റ് ഉണ്ട് കഴിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഈ 1 ടേബിൾ സ്പൂൺ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ വി ആർ റെഡ്യൂസിങ് ദ ഇൻടേക്ക് ഓഫ് ഓയിൽ, വി ആർ കട്ടിങ് ഓൺ ദ കാലറീസ്. അറ്റ് ദ സെയിം ടൈം ഗ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഹെൽത്തി ആൻഡ് ടേസ്റ്റി. ഓക്കെ. സോ നമുക്കിത് ഗ്രിൽ ചെയ്യാൻ പോകും അല്ലേ? ഈ ഗ്രിൽ ചെയ്യുമ്പോൾ നമുക്ക് അടുപ്പില എങ്ങനെ വീട്ടിൽ സാധാരണ ഗ്രില്ലിംഗ് സാധനം ഇല്ലാത്തവരാണെങ്കിൽ, ഇൻ കേസ് ഇപ്പോൾ ഗ്രില്ലിംഗ് ഓവൻ ഇല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഇതിന് തീരെ ഓയിൽ ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ മാരിനേഷനിൽ ഇത്തിരി ഓയിൽ യൂസ് ചെയ്യും. നോൺ സ്റ്റിക്ക് പാനിൽ ലോ ആക്കി വെച്ചിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്ത ഓയിൽ ഉണ്ടല്ലോ, അതിന് പകരം അത് ആ പാനിൽ ഒഴിക്കുക. ഓക്കെ. എന്നിട്ട് ഇത് വെച്ചിട്ട് താഴ്ത്തി വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് എടുക്കാം. നോൺ സ്റ്റിക്ക് ആയിരിക്കണം. പക്ഷെ നമ്മൾ ചിക്കൻ ഇപ്പോൾ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡോക്ടർ ചെയ്യുന്നത് ഇതിങ്ങനെ നമ്മൾ ഷ്രെഡ് ചെയ്യാണ്. ഇത് സാലഡ് ഉണ്ടാക്കണമല്ലോ, ഇങ്ങനെ തിന്നുമല്ല. ഇനി നമ്മൾ ഗ്രിൽ ചിക്കൻ സാലഡാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കുന്നു. എന്നിട്ടാണ് നമ്മളിനി സാലഡ് ഉണ്ടാക്കുന്നത്. ഡോക്ടർ, ഈ ഡയബറ്റീസിൻ്റെ വേറൊരു കാര്യം, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കാണ്ടിരിക്കാൻ? ഡയബറ്റിക് ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി ഡയറ്റാണ്. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും എക്സെപ്റ്റ് സ്വീറ്റ്സ്, ഒരുവിധം എല്ലാ സാധനങ്ങളും കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കാം. ഞാൻ ഫ്രൂട്ട്സിൽ തന്നെ 2 തരം ഫ്രൂട്ട്സ് ഉണ്ട്. ഷുഗർ കണ്ടന്റ് കുറച്ച് കുറവുള്ള ഫ്രൂട്ട്സും ഉണ്ട്, ഹൈ ഷുഗർ കണ്ടന്റുള്ള ഫ്രൂട്ട്സും ഉണ്ട്. ഫ്രൂട്ട്സ് ശരിക്കും ബോഡിയിൽ അസിമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അബ്സോർപ്ഷൻ ശരിക്കും നടക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour 1.5 hours ഗ്യാപ്പ്. എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അത് സ്നാക്കായിട്ട് ഫ്രൂട്ട് തന്നെ കഴിക്കുകയാണ് നല്ലത്. ഒരു ഗ്യാപ്പിൻ്റെ പ്രോപ്പർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ട ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് അസിഡിക് ആണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് അസിഡിറ്റി കൂട്ടും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കുറയ്ക്കും അത്. അപ്പോൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അബ്സോർപ്ഷൻ കുറയും. സോ ഇഫ് യു വാണ്ട് എ പ്രോപ്പർ അബ്സോർപ്ഷൻ, ഒരു സ്നാക്കായിട്ട് തന്നെ ഫ്രൂട്ട് കഴിക്കുക. ഡോണ്ട് മിക്സ് ഇറ്റ് വിത്ത് യുവർ മെയിൻ മീൽ. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ഞാൻ പറഞ്ഞില്ലേ, ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല.
അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നടക്കാൻ പോകുന്നതിന് മുന്നേ എം ടി സ്റ്റൊമക്കിൽ ഒരിക്കലും എക്സസൈസിന് പോകരുത്. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നോട്ട് ഓൺലി ഫോർ ഡയബറ്റിക് പേഷ്യൻസ്, ഫോർ എനി പേഴ്സൺ. കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കാൻ പോവാം. അപ്പം ചിക്കൻ ഷ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ ഇട്ടു. ഓക്കെ. നെക്സ്റ്റ് ഉള്ളി, നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക്. ഓക്കെ. ഓക്കെ, ഉള്ളി ഇട്ടു. ഓക്കെ. ഈ അടുത്ത് ജിഞ്ചർ, ജുലീൻ ജിഞ്ചർ, അത് 2 ടീസ്പൂൺ 3 ടീസ്പൂൺ എത്ര വേണ്ട വെച്ചാൽ ഇടാം. ഇഞ്ചി നീളത്തിൽ, ചെറുതായിട്ട് നീളത്തിലായിരുന്നത്. നാച്ചുറൽ എന്താ പറയുക, ഡൈജഷന് ഏറ്റവും നല്ലതാണ് ഇഞ്ചി. പിന്നെ ദമ്മ് വരുത്തുന്ന സാധനം പച്ചമാങ്ങ, നല്ല വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള സാധനമാണ്. സോ വി ആർ ആഡിങ് ദാറ്റ്. ഓക്കെ. പിന്നെ പിന്നെ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്. എത്രയാണ് വേണ്ടെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ്. ഇതിനൊന്നും അങ്ങനെ ഫിക്സ്ഡ് അളവില്ല, നമുക്ക് എത്രയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിടാം, ആഡ് ചെയ്യാം. ദെൻ മല്ലിയില. ഓക്കെ. ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കണം. ഇതിൽ മിക്സ് ചെയ്യാനുള്ള ഓക്കെ, സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാം. ഓലിവ് ഓയിൽ. അതിന് മെയിനായിട്ട് വേണ്ടത് ഒലിവ് ഓയിൽ, ഒരു ടീസ്പൂൺ അല്ല, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, കുറച്ച് ചില്ലി പൗഡർ, പിന്നെ ലൈം ജ്യൂസ്, സോൾട്ട്. ഓക്കെ. മിക്സ് ചെയ്യുക. ആൻഡ് കുറച്ച് ചാട്ട് മസാല. ഇത് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ചാട്ട് മസാല. ഒരു 1/2 ടീസ്പൂൺ അല്ലേ? ഹാഫ് എ ടീസ്പൂൺ. എന്നിട്ട് ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കാം. ഓക്കെ. മിക്സ് ചെയ്യാൻ മതി. സാലഡ് ഡ്രസ്സിംഗ് ആയി. നമ്മളുടെ ചിക്കനും മാങ്ങയും ഉള്ളിയും മല്ലിയിലയും എന്തൊക്കെയായിരുന്നു, ഉപ്പും മുളകും എല്ലാം ഉണ്ട്. ഇത് കുറച്ച് സ്പൈസി മസാല ആണല്ലേ? സാലഡാണ്. സ്പൈസി ചുരുക്കണമെങ്കിൽ ചില്ലി പൗഡർ ആഡ് ചെയ്യണ്ട, ഇറ്റ്സ് ഓൾ ഓപ്ഷണൽ. ഓക്കെ. റെഡി. കണ്ടില്ലേ, ഗ്രിൽ ചിക്കൻ സാലഡ്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. സൂപ്പർ. നല്ല എരിവുണ്ട്, ആ മാങ്ങയുടെ ആ പുളിയുണ്ട്, പിന്നെ ചിക്കനും ഉണ്ട്. മെയിനായിട്ട് അതാണ്, ഗ്രിൽ ചിക്കൻ അതിൻ്റെ അകത്തുണ്ട്. ഗ്രിൽ ചിക്കൻ സാലഡ് സക്സസ്. ഓക്കെ, ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചിട്ട്. സൂപ്പർ. അപ്പം നാളെ വേൾഡ് ഡയബറ്റീസ് ഡേ ആണ്. ഒരു ചെറിയ മെസ്സേജ്. റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക, വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡയബറ്റീസ് ആണെന്ന് വെച്ച് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുക, പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുക. അങ്ങനെ ഒത്തിരി പേഷ്യൻസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരിൽ കാണുന്ന മെയിൻ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ട് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരിക്കലും അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സ് കൂടുമ്പോൾ ഒരു ECG, 6 മന്ത്സ് കൂടുമ്പോൾ ഒരു റെറ്റിനൽ എക്സാമിനേഷൻ, ആൻഡ് എവറി നൗ ആൻഡ് ദെൻ വീക്ക്ലി വൺസ് അറ്റ്ലീസ്റ്റ് ബ്ലഡ് ഷുഗർ ലെവൽ നോക്കുക. ഇപ്പം എന്ത് അസുഖങ്ങൾ, ഫീവർ, വൈറൽ ഇൻഫെക്ഷൻസ്, എന്ത് അസുഖങ്ങൾ വന്നാലും ആദ്യം കൂടുക ബ്ലഡ് ഷുഗർ ലെവലാണ്. അപ്പോൾ ആ ഫീവർ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ആ കണ്ടീഷൻ വരുമ്പം ആദ്യം നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് പ്രത്യേകിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ അല്ലേ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതല്ലെങ്കിലാണ് നമ്മുടെ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോവുക. അല്ലെങ്കിൽ കെയർഫുൾ ആണെങ്കിൽ നമുക്ക് പേടിക്കാനേ ഇല്ല. ഗുഡ് ഡയറ്റ്, റെഗുലർ എക്സസൈസ് ആൻഡ് റൈറ്റ് കൈൻഡ് ഓഫ് മെഡിക്കേഷൻ, അങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഒരു അടിപൊളി ഗ്രിൽ ചിക്കൻ സാലഡ് നമുക്ക് ഉണ്ടാക്കി തന്ന ഡോക്ടർ, താങ്ക് യു സോ മച്ച്.